ജയറാം എവിടെയാണ്? മലയാള സിനിമയുടെ എവർഗ്രീൻ സ്റ്റാർ മലയാളികളുടെ ജയറാമേട്ടൻ എവിടെയെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. ജയറാമിൻ്റെതായി മലയാളത്തിൽ അവസാനമായി ഒരു പടം റിലീസിനെത്തിയത് കഴിഞ്ഞ വർഷം ജനുവരിയിലാണ്. മമ്മൂക്ക എക്സ്റ്റൻഡഡ് കാമിയോ റോളിലെത്തിയ മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ഓസ്ലർ ഹിറ്റായെങ്കിലും അതിനുശേഷം ജയറാം പ്രധാന കഥാപാത്രമായോ സഹനടനായോ ഒരു മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. ഒരു വർഷമായി താരത്തെപ്പറ്റി മലയാളികൾക്ക് യാതൊരു വിവരവുമില്ല. ഓസ്ലറിന് ശേഷം 8ഓളം പടങ്ങൾ ചെയ്തു, പക്ഷെ അതിൽ ഒരു മലയാള ചിത്രം പോലുമില്ല. അതേസമയം തമിഴ്, കന്നഡ, തെലുങ്ക് എന്നീ ഭാഷകളിൽ കൈനിറിയ സിനിമകളുണ്ട്. മലയാളികളെ ജയറാം പാടെ മറന്നു. ഇനി എന്നാണ് അടുത്ത മലയാള സിനിമ? എവർഗ്രീൻ ജയറാമിനെ മിസ് ചെയ്യുന്നു. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമാണ്. ഗൂഗിളിൽ ഒന്ന് തിരഞ്ഞു നോക്കിയാൽ പോലും നടന്റെ അടുത്ത് വരാനിരിക്കുന്ന പടങ്ങളുടെ ലിസ്റ്റിൽ ഒരു മലയാള സിനിമ പോലുമില്ല. വെങ്കട് പ്രഭുവിന്റെ പാർട്ടി, കാർത്തിക് സുബരാജിന്റെ റെട്രോ, ഋഷിഭ് ഷെട്ടിയുടെ കാന്താര 2 എന്നിങ്ങനെയാണ് റിലീസിന് കാത്തിരിക്കുന്ന ജയറാം ചിത്രങ്ങൾ. അന്യഭാഷകളിൽ സിനിമകൾ ചെയ്യുന്നത് ഒരു പ്രശ്നമുള്ള കാര്യമേ അല്ല. 2000-ൽ തെന്നാലി എന്ന സിനിമയിൽ സാക്ഷാൽ കമലഹാസനൊപ്പം അഭിനയിച്ച് തമിഴ്നാട്ടിൽ നിന്നൊരു സ്റ്റേറ്റ് അവാർഡ് വരെ ജയറാം നേടിയെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ അന്യഭാഷാ ചിത്രങ്ങളിൽ മണിരത്നം മാത്രമാണ് ക്യാരക്ടർ വൈസ് ജയറാം എന്ന നടനെ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നീടുള്ളതെല്ലാം ടിപ്പിക്കൽ അച്ഛൻ വേഷങ്ങളും കോമഡി കഥാപാത്രങ്ങളും മാത്രമായിരുന്നു. 1988-ൽ പത്മരാജന്റെ അപരൻ എന്ന സിനിമയിലൂടെയാണ് ജയറാമിന്റെ സിനിമാ എൻട്രി. അപരൻ മുതൽ ഏറ്റവും പുതിയ ചിത്രമായ ഗെയിം ചേഞ്ചർ അടക്കം 35 വർഷത്തിനിടെ 200-ലധികം സിനിമകളിൽ ജയറാം വേഷമിട്ടു. ആദ്യ സിനിമയ്ക്ക് ശേഷം ജയറാമിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. പിന്നീട് ആ ചെറുപ്പക്കാരൻ നടന്നു കയറിയത് കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടൻ എന്ന പദവിയിലേക്കായിരുന്നു. ജയറാമിന് താല്പര്യവും തേടി വന്നതും എല്ലാം സാധാരണക്കാരനായ അയൽവീട്ടിലെ പയ്യൻ വേഷങ്ങളായിരുന്നു. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, ശുഭയാത്ര, സന്ദേശം അങ്ങനെ ചിത്രങ്ങളൊക്കെയും പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. മലയാളത്തിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയ പത്മരാജൻ കഴിഞ്ഞാൽ ജയറാമിലെ നടനെ നന്നായി പ്രയോജനപ്പെടുത്തിയത് സത്യനന്ദിക്കാടും രാജസേനനുമാണ്. മമ്മൂട്ടിയും മോഹൻലാലും മെഗാ സൂപ്പർ താരപദവിയിൽ വിരാജിക്കുന്ന കാലത്തും പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു സ്ഥാനം കണ്ടെത്താൻ ജയറാമിന് സാധിച്ചിരുന്നു. ഉപദേശകരും കോക്കസുകളുമില്ലാത്ത സിനിമയിൽ ഒരു ഒറ്റയാനായിരുന്നു എന്നും അദ്ദേഹം. പക്ഷെ പിന്നീട് എവിടെയോ അദ്ദേഹത്തിന്റെ കാലിടറി. ഇഷ്ടവേഷങ്ങളിൽ നിന്ന് മാറി വ്യത്യസ്ത വേഷങ്ങൾ പരീക്ഷിക്കാനുള്ള ജയറാമിന്റെ മടി നടന്റെ കരിയർ തന്നെ തളർത്തി. ശേഷം എന്ന ചിത്രത്തിലെ ലോനപ്പൻ, സ്നേഹത്തിലെ പത്മനാഭൻ നായർ, തീർത്ഥാടനത്തിലെ കരുണാകരൻ എന്നിങ്ങനെ വിരലിൽ എണ്ണാവുന്ന വ്യത്യസ്ത വേഷങ്ങൾ മാത്രമായിരുന്നു സേഫ് സോൺ വിട്ട് ജയറാം ചെയ്തിരുന്നത്. അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട ജയറാം പിന്നീട് 2024-ലാണ് ശക്തമായ തിരിച്ചുവരവിന് ശ്രമിച്ചത്. രണ്ടാം വരവിൽ മുൻ ബലഹീനതകളെ മറികടക്കാനുള്ള കഠിന പരിശ്രമം ഫലം കണ്ടു. പണത്തിനു വേണ്ടി വാരി വലിച്ച് സിനിമകൾ ചെയ്യാതെ നല്ല കഥകളും കഥാപാത്രങ്ങളും ശക്തമായ തിരക്കഥയും വന്നാൽ മാത്രം മലയാളത്തിൽ അഭിനയം എന്ന തീരുമാനവും എടുത്തു. തീരുമാനം നല്ലതാണെങ്കിലും പക്ഷേ ഈ തീരുമാനം അന്യഭാഷാ പടങ്ങളിൽ അഭിനയിക്കുന്നതിൽ ജയറാം ശ്രദ്ധിക്കുന്നില്ല. പുറത്തുപോയി യാതൊരു പ്രസക്തിയുമില്ലാത്ത റോളുകൾ ചെയ്ത് കരിയർ നശിപ്പിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ നശിപ്പിച്ച് കളയേണ്ട കരിയർ അല്ല അത്. മലയാളികൾക്ക് ജയറാമേട്ടനെ ആവശ്യമുണ്ട്. ജയറാം ഒരു മോശം നടനാണെന്ന് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പോലും പറയില്ല. പ്രസക്തി നഷ്ടപ്പെട്ടത് ജയറാം എന്ന നടനല്ല, കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിലാണ്. 3.5 പതിറ്റാണ്ടിനിടയിൽ ദക്ഷിണേന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആഴത്തിൽ അടയാളങ്ങൾ പതിപ്പിച്ച ഒരു മഹാനടൻ വീണ്ടും മലയാള സിനിമയിൽ നിറയണമെന്ന് ഏറെ പ്രതീക്ഷയോടെ പ്രേക്ഷകരും സിനിമാ ലോകവും ഉറ്റുനോക്കുന്നു.